സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരന്മാർ ചെയ്യുന്ന ഓരോ യൂട്യൂബിന് താഴെയും ചില മുസ്ലിങ്ങളായിട്ടുള്ളവർ വന്നിട്ട് ചില കമൻറ്റുകളൊക്കെ എഴുതിയിടും. ചില കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ചിരി വരും. ചില കമൻറ്റുകൾ കാണുമ്പോഴത്തേനും അതിന് മറുപടി കൊടുക്കണമെന്നൊരാഗ്രഹം വരും. പിന്നീട് വേണ്ടാന്ന് വെക്കും. പക്ഷെ എന്നാൽ ചില കമന്റിന് മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും അവരേതാണ്ട് വലിയ സംഭവമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ യൂട്യൂബിൻ്റെ താഴെയും അല്ലെങ്കിൽ എൻ്റെ കൂട്ടു സഹോദരന്മാർ ചെയ്യുന്ന യൂട്യൂബിൻ്റെ താഴെയും ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു സംഘിയോ ആരും ആയിക്കോട്ടെ അവർ വന്നിട്ട് ഒരു കമന്റ് ഇട്ടാൽ അതിന് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്ന സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ഹിന്ദുയിസം ഏതാണെങ്കിലും പ്രമാണബദ്ധമായിട്ട് മറുപടി കൊടുക്കുന്നവരെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വിഷയം ഹുസൈൻ പി എ എന്ന് പറയുന്ന ഒരാള്, ഹുസൈൻ പി എ, ഇതാണ് അദ്ദേഹം. ഈ അടിയിലാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം വന്നിട്ട് ഒരു കമന്റ് എഴുതിയിട്ടു. ആ കമന്റ് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇങ്ങനെയൊക്കെ വേണം കമന്റ് എഴുതിയിടാൻ. ഇങ്ങനെ കമന്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹുസൈനെ അല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ലോകത്തിന് വലിയൊരു നാണക്കേട് തന്നെ ഉണ്ടാവും. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഹുസൈൻ എഴുതിയിട്ടിരിക്കുന്ന ആ കമന്റ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇത്തരം കമന്റുകൾ ഇട്ടെങ്കിൽ മാത്രമേ ഇസ്ലാം എന്താണെന്ന് 10 പേര് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഇസ്ലാം എന്താണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് അറിയിക്കാനൊന്നുമില്ല. നിങ്ങൾ തന്നെ കാണിച്ചു കൂട്ടുന്നതും നിങ്ങളുടെ തന്നെ പ്രസംഗം എല്ലാം മതി, വേറെ ഒന്നും വേണ്ട. ഈ ഹുസൈൻ ബിയോട് പറയാം, ഹുസൈനെ താങ്കളുടെ പേരിന്റെ അർത്ഥം താങ്കൾക്ക് അറിയാവോ? അറിയത്തില്ല എന്നുണ്ടെ പറയാം. അർത്ഥം അതിന് വിശുദ്ധരും നല്ലതും എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പക്ഷെ താങ്കളുടെ എഴുത്തില് ഈ സ്വഭാവം ഒന്നും കാണുന്നില്ല. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് താങ്കളുടെ ഹുസൈൻ എന്നുള്ളതിന്റെ പേര്, അതിന്റെ അർത്ഥം വിശുദ്ധൻ നല്ലതെന്നൊക്കെയാണ്. പക്ഷെ താങ്കളുടെ പേരിന്റെ ഇതിലൊന്നും കാണുന്നില്ല. ഇനി ഇദ്ദേഹം എന്താ എഴുതിയിട്ടതെന്ന് നിങ്ങൾക്കൊരു ആകാംക്ഷയാണ്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതാണ് അദ്ദേഹം എഴുതിയിട്ടിരിക്കുന്നത്. എൻ്റെ ബ്രോ, നിങ്ങൾ കുറെ ആൾക്കാർ ക്രിസ്ത്യൻ ചാനലുകാരും എന്ന് വേണ്ട കുറെ അന്മായന്മാർ നേരം വെളുത്താൽ പിന്നെ ഇസ്ലാം വിമർശനം നടത്തുന്നു. ഒരു കാര്യവുമില്ല. മുസ്ലിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മുകളിൽ പറഞ്ഞ രീതിയിൽ ക്രിസ്തീയ വിമർശനം ഇങ്ങനെ ചാനൽ വെച്ച് പറയാറില്ല. ഇനി ഈ വകുപ്പും ചട്ടവും പറയുന്ന നിങ്ങൾ കേരളത്തിൽ മാത്രം എത്രയുണ്ട്? യൂറോപ്പിൽ പേരേ ഉള്ളൂ. ചർച്ച് മിക്കവാറും ആളില്ല. തുരുത്ത് ധാരാളം ചർച്ചുകൾ മദ്രസകൾക്കായിട്ട് വിറ്റു. ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന് ചുമ്മാ തള്ളും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇസ്ലാമിലെ ആൾക്കാർ പോയ എന്നും പറഞ്ഞ് ഇവിടെ ഒരു വേവലാതിയുമില്ല. പ്രവാചകന്റെ കാലം മുതൽ നിങ്ങളെപ്പോലുള്ളവർ അനേകം നശിപ്പിക്കാൻ നോക്കിയിട്ട് ഇസ്ലാം വളർന്നു. അള്ളാഹു ബ്രാക്കറ്റിൽ ദൈവം തീരുമാനിക്കുന്നതേ നടക്കൂ. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി നടക്കുന്നവർ തനിയെ താഴ്ത്തപ്പെടും. പിന്നെ ഈ ഭൂമിയിലെ ആരും പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിനൊന്നും കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. അതാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളിൽ സൂക്ഷ്മതയുള്ളവൻ എന്നെ അറിയും. ഹുസൈൻ അറിഞ്ഞോ അള്ളാഹുവിനെ? സൂക്ഷ്മതയുള്ളവൻ, സൂക്ഷ്മതയോടെ അറിഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനെ? നിങ്ങളുടെ മുഹമ്മദ് മരിച്ചതിന് ശേഷം പിന്നെ അള്ളാഹു ഒരു വഴിക്ക് പിന്നെ വന്നിട്ടില്ല എന്നുള്ള കാര്യം മറന്നു പോരുത് കേട്ടോ ഹുസൈനെ. ഹുസൈന്റെ ഈ ദീർഘമായ എഴുത്ത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നിങ്ങളെപ്പോലുള്ളവരാണ് ഹുസൈനെ ഇസ്ലാം എന്താണെന്ന് 10 പേരെ അറിയിക്കുന്നത്. എനിക്കതിൽ വളരെ സന്തോഷമാണ്. നിങ്ങളെപ്പോലുള്ളവരൊക്കെ മുമ്പോട്ട് വരണം, ധൈര്യമായിട്ട് മുമ്പോട്ട് വന്ന് കമന്റ് എഴുതിയിടണം. മനസ്സിലായോ? കാരണം അതിലൂടെയാണ്. കാരണം ക്രിസ്തീയ വിമർശനം നിങ്ങളുടെ ആൾക്കാർ നടത്തിയിട്ടേയില്ല. എന്നേക്കാൾ ഹുസൈൻ എങ്ങാണ്ട് ഈ അടുത്തിറക്കെങ്ങാണ്ട് ഈ പാൽക്കുപ്പി ആയിരുന്നു തോന്നുന്നു. ഈ അടുത്തിറക്കെങ്ങാണ്ട് ആ വിവരം വെച്ചെന്ന് തോന്നുന്നു. എന്നേക്കാൾ വലിയ പ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞേനെ. കാരണം താങ്കൾ പറഞ്ഞ ഈ മനോഹരമായ കള്ളം പറച്ചിലിന് പോലും ഇസ്ലാമിൽ എന്തുണ്ട്? തക്കിയ പറയാന്നുള്ള ഒരു അനുവാദം കിടക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, തക്കി അടിച്ചങ്ങ് വിട്ടോണം കേട്ടോ ഹുസൈനെ. അല്ല ജിഹാദി, ഇജ് കേരളത്തിലല്ലേ താമസിക്കുന്നത്? അതോ പാകിസ്ഥാനിലോ സിറിയയിലോ അവിടെ കാണുവാണോ? ഇനി അവിടെ നിന്നങ്ങാണ്ട് ഇങ്ങോട്ട് വന്നയാണോ? കേരളത്തിൽ ഒരു കാലത്ത് ക്രിസ്തീയ വിമർശനം നടത്തിയത് അറിയില്ലേ? അല്ല, അത് മറച്ചു വെക്കണം, അല്ലെങ്കിൽ അള്ളാഹു കോപിക്കുമല്ലോ.
ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിമും മറച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു കോപിക്കും എന്ന് പറയുന്ന ആ ഹദീസിൽ വിശ്വസിച്ച് നടക്കുന്ന താങ്കൾക്ക് പിന്നെ അതെല്ലാം മറച്ചു വെക്കണം. ഈ എം അക്ബർ എന്ന് പറയുന്നൊരു ദാവാ പ്രവർത്തകനുണ്ട്. അദ്ദേഹം ഈ ഇസ്ലാമിക വിമർശനം അല്ല നടത്തിയത്, പുള്ളി ക്രൈസ്തവ വിമർശനമാണ് നടത്തിയത്. ക്രൈസ്തവ വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ദൈവമല്ല, ബൈബിൾ ദൈവികമല്ല, ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന മൊത്തം കൈകടത്തലുണ്ടായി എന്നും പറഞ്ഞ് മറ്റൊരു മതവിഭാഗത്തെ ഇത്രത്തോളം വിമർശിക്കുകയും കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തി, പുസ്തകങ്ങൾ എഴുതി പുറത്തേക്ക് കച്ചവടം ചെയ്തു. അതൊന്നും താങ്കൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂനതകളെ മറച്ചു വെച്ച് ജീവിക്കുന്ന ഒരു ജിഹാദിയാണ് താങ്കൾ. മനസ്സിലായോ? ഇതേ എം അക്ബർ ചെയ്തിട്ടുള്ള ഓരോ പ്രോഗ്രാമും കണ്ടോളൂ. ഇതൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളതാണ്. ഇത് ഇനിയും നടത്താൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ നടത്താൻ പറ്റുകയില്ല. കാരണം എന്താ അറിയോ? ക്രിസ്ത്യാനികളായിട്ടുള്ള ഞങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളെയും പൂട്ടിക്കെട്ടി തലയ്ക്ക് വെച്ചാൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി ഒരു ക്രൈസ്തവ വിമർശനമായിട്ട് ഇറങ്ങുകയില്ല, അത് ഉറപ്പുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സംവാദത്തിന് വരാൻ തയ്യാറാകണം. ആരാ? എം അക്ബർ. ഈ ഞാഞ്ഞൂലുകളൊന്നും വന്നിട്ട് കാര്യമില്ല. കൂടെ നടക്കുന്ന കുറെ ഞാഞ്ഞൂലുകളുണ്ട്, അതൊന്നും ഒരു കാര്യമില്ല. എം അക്ബർ വരാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വരാൻ പറയൂ. അല്ല കാക്കായ്ക്ക് ഒരു ഓഫർ ഉണ്ട് കേട്ടോ. ദേ ഈ വിഷയത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാക്കാക്കും ഈ സംവാദം കഴിയുമ്പോൾ 1,00,000 രൂപ ഞങ്ങളങ്ങ് തരും. 1,00,000 രൂപ സംവാദം കഴിയണം കേട്ടോ. സംവാദത്തിന് കൊണ്ടുവന്ന് അതിന്റെ അവിടെ ഇരുത്തിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഓടിയിട്ട് കാര്യമില്ല. സംവാദം കഴിയുമ്പോൾ 1,00,000 രൂപ ഹുസൈൻ കാക്കായ്ക്ക് അപ്പം തന്നെ തരും, കാശായിട്ട് തരും. ഓക്കെ ആണോ? അതിനുള്ള നട്ടല്ലും ആംബിയറും നിന്ന ഒരു ഇസ്ലാമിനും ഇല്ല, ഒരു മുസ്ലിമിനും ഇല്ല. മുഹമ്മദിലും അള്ളാഹുലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനും എം അക്ബറിനെ ഈ വിഷയത്തിന് ഞങ്ങളുമായിട്ടൊരു സംവാദത്തിന് കൊണ്ടുവരാൻ നട്ടലുള്ള ഒരു മുസ്ലിമും ഇടത്തോട്ട് മുണ്ടെടുത്ത് നരയാണിക്ക് മുകളിൽ പാൻറ് വിട്ട് അല്ലെങ്കിൽ മീശ പിടിച്ച് താടിയും വെച്ച് തലയിൽ തൊപ്പിയും വെച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ തലയിൽ കെട്ട് വട്ടത്തിൽ കെട്ടി കിടക്കുന്ന ഒരു മുസ്ലിമിന് പോലും ധൈര്യമില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലാന്നേ. നിങ്ങളുടെയൊക്കെ ധൈര്യമൊക്കെ പോയി. ഇനി എം അക്ബർ ആരാന്ന് ഹുസൈൻ അറിയാവോ? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദാവാ പ്രവർത്തകനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പീസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്, അറിയാവോ? ആ സ്കൂളിൽ നിന്ന് സിറിയയിൽ ആടി മേയ്ക്കാൻ വേണ്ടി പോയൊരു അധ്യാപകൻ പഠിപ്പിച്ച ആ സ്കൂളിലെ ചുമതലയുള്ള ആളാണ് ആര്? എം അക്ബർ. എന്ന് വെച്ച് കഴിഞ്ഞാല് സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ വേണ്ടി പോയിട്ടേ അങ്ങനെ പോയ ഒരു അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു. ആ പഹയൻ പഠിപ്പിച്ച സ്കൂളിന്റെ ചുമതലയുള്ള ആളാണ്. ആ മഹാൻ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വിമർശനം നടത്തുന്നു. മനസ്സിലായോ? ശരിക്കും നടത്തിയിട്ടുണ്ട്. അവസാനം ഉദാഹവ എന്തു പറ്റിയെന്നറിയോ കാക്ക? പോലീസ് പിടിച്ചു. എന്തിനാണെന്നറിയാവോ? ഞാൻ പറയുന്നില്ല, ഇത് നിങ്ങൾ തന്നെ കാക്ക കേട്ടാ മതി. കേട്ടാ നല്ലപോലെ കേട്ടോണം കേട്ടോ കാക്ക, ശരിക്കും കേൾക്കണം. കൊച്ചിയിലെ സ്കൂളിൽ മതവിദ്വേഷം വളർത്തുന്ന ഭാഗം പഠിപ്പിച്ചെന്ന കേസിൽ പീസ് ഫൗണ്ടേഷനെ പ്രതി ചേർക്കും. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ എം അക്ബറിനെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. IS റിക്രൂട്ട്മെന്റ് കേസിൽ അഫ്ഗാനിലേക്ക് രക്ഷപ്പെട്ട തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റാഷിദിന്റെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. മുംബൈയിൽ നിന്ന് അറസ്റ്റിലായ 3 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊച്ചിയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ മതവിദ്വേഷം വളർത്തുന്ന ഭാഗം പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രസാധകരായ ബറൂജ് പബ്ലിക്കേഷൻസിന്റെ ഉടമ അടക്കമുള്ളവരാണ് പിടിയിലായത്. എന്നാൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള പീസ് ഫൗണ്ടേഷനാണ് വിവാദ പാഠഭാഗമടങ്ങിയ പുസ്തകം തെരഞ്ഞെടുത്തതെന്നാണ് വ്യക്തമായത്. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ എം അക്ബർ MD ആയ സ്ഥാപനമാണിത്. പീസ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള 12 സ്കൂളുകളിൽ ഇതേ പുസ്തകം പഠിപ്പിച്ചിരുന്നു. അതിനാൽ പീസ് ഫൗണ്ടേഷനെയും എം അക്ബറിനെയും കൂടി പ്രതി ചേർക്കാനാണ് കൊച്ചി പോലീസിന്റെ തീരുമാനം. വിവാദ ഭാഗം ഉൾപ്പെടുത്തിയത് തെറ്റായിപ്പോയെന്നും പുസ്തകം പിൻവലിച്ചെന്നും പ്രസാധകർ അറിയിച്ചതായി കൊച്ചി പോലീസ് പറഞ്ഞു. കേട്ടോ, എന്തിനാ പിടിച്ചതെന്ന് കേട്ടോ? അദ്ദേഹത്തിന്റെ ചുമതലയുള്ള സ്ഥലത്തുനിന്ന് ഒരാൾ സിറിയക്കൊക്കെ അങ്ങ് പോയി. പാഠപുസ്തകത്തിലൊക്കെ അന്യമതത്തിലുള്ളവരെ എന്തൊക്കെ ആക്കണമെന്നുള്ളതിനെ പറ്റി എല്ലാം ഉണ്ട്. നല്ല പഠിപ്പീരായിരുന്നു.
ആ അധ്യാപകൻ പഠിപ്പിച്ച് ആ പകയൻ സിറിയ പോവുകയും ചെയ്തു. സിറിയ പോയവരുടെ കൂട്ടത്തിൽ അദ്ദേഹമുണ്ട്. മനസ്സിലായോ? ഇനി അടുത്തത്, കേരളത്തിൽ കുറച്ച് ക്രിസ്ത്യാനികളേ ഉള്ളൂ. യൂറോപ്യൻ ചർച്ചുകൾ ആളില്ലാത്തതുകൊണ്ട് മദ്രസകൾക്ക് വിറ്റു. കഷ്ടം തന്നെ. നിങ്ങളാകെ പ്രശ്നത്തിലാണ് കേട്ടോ. കാരണം നിങ്ങൾ ശരിക്കും അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഇസ്ലാം മതം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പടവലം പോലെ താഴെ കാണുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ മുകളിലേക്കുള്ള വളർച്ച ഭയങ്കരമാണെന്ന് നിങ്ങൾ സ്വന്തം ഇതിലങ്ങ് ചിന്തിക്കുക. ഈ അടുത്തിടയ്ക്ക് തന്നെ ഇസ്രായേലിലേക്ക് പോയ കുറെ ഇസ്ലാമികളുണ്ടല്ലോ, കുറച്ച് പേരെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു. ഇപ്പം കൂട്ടമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, പടവലം പോലെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. പാകിസ്ഥാനിൽ നിന്ന് കുറെ തീവ്രവാദികൾ കയറി വന്നിട്ട് ഇന്ത്യയിലുള്ള കുറച്ച് പേരെ കൊന്നു. അവരും ദേ ഇപ്പൊ കുറെ എണ്ണം പടവലം പോലെ താഴേക്ക് പോയിട്ടുണ്ട്. എന്റെ പൊന്നെ ഹുസൈനെ, നിങ്ങളൊക്കെ പടവലം പോലെ താഴിലേക്കാണ് നിങ്ങളുടെ വളർച്ച, അല്ലാതെ മുകളിലേക്കല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇനി ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പോയി. ഞാൻ പറഞ്ഞതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ കാക്കാതെ ഈ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്ക്. ഈ ഉസ്താദ് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നൊന്ന് കേട്ടു നോക്കണം കേട്ടോ. ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമായിരുന്നു സ്പെയിന്. ഒരു കാര്യം ഞാൻ പറയാം, സ്പെയിന് അവിടെ അന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾ, ഇന്ന് ആ സ്പെയിനിൽ എന്റെ സഹോദരങ്ങളെ ബാറുകളാണ്. അള്ളാന്റെ പള്ളികൾ എന്തായി? ബാറായി. അള്ളാന്റെ പള്ളികൾ സ്പെയിനിൽ ഇന്ന് ബാറുകളാണ്. അവിടത്തെ അറബി കോളേജുകൾ, അവിടെ ബുഖാരിയും മുസ്ലിമും സിഹാഹുസിട്ടയും വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിച്ചിരുന്ന ആ പരിശുദ്ധമായ സ്പെയിനിലെ ഇസ്ലാമിക കലാലയങ്ങൾ ഇന്ന് അവിടുത്തെ മ്യൂസിയമാണ്. നിങ്ങൾക്കറിയോ, ഇന്നും അവിടെ ബുഖാരി പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ മുസ്ലിം പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആരാ പഠിപ്പിക്കുന്നത്? ജൂതന്മാര്. ആരാ പഠിക്കുന്നത്? ജൂതക്കുട്ടികൾ. എന്തിനാ പഠിക്കുന്നത്? ഒരിക്കലും നമ്മൾ കരുതണ്ട ഇസ്ലാമിനോട് കൂറുള്ളത് കൊണ്ടാണെന്ന് കരുതണ്ട, മറിച്ച് അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ പരിശോധന കിട്ടിയതാണ്. മുസ്ലിമിനോട് നിന്നും മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുമോ? നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരാള് വന്നിട്ട് പറയാം നിന്നും മൂത്രമൊഴിക്കടാന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറയും ഞാനത് ചെയ്യില്ല. എന്റെ പ്രവാചകൻ ഇരുന്ന് മൂത്രമൊഴിക്കണമെന്നും അത് ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കണമെന്നും ഇടതുകാല് വെച്ച് തന്നെ കയറണമെന്നും വലതുകാല് വെച്ച് പുറത്തിറങ്ങണമെന്നും ദീർഘനേരം ഇവിടെ ഇരിക്കരുതെന്നും ഇരിക്കുമ്പോ തല മറച്ചിരിക്കണമെന്നും ആ മൂത്രത്തിലും സ്പെയിനിൽ എന്ത് സംഭവിച്ചെന്നാണ് ഉസ്താദ് പറഞ്ഞത്? മസ്ജിദുകൾ ബാറുകളാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അവിടുത്തെ അറബി കോളേജുകളൊക്കെ മ്യൂസിയമായി. എന്തൊക്കെയാണ് യൂറോപ്പിലുള്ള ക്രിസ്ത്യൻ ചർച്ചുകളും മദ്രസകൾക്ക് വിറ്റെന്നാണല്ലോ ഹുസൈൻ കാക്ക പറഞ്ഞത്. ഹുസൈൻ കാക്ക സ്പെയിനിലുള്ള നിങ്ങളുടെ ഈ മസ്ജിദുകളൊക്കെ ഉണ്ടല്ലോ ബാറുകളായിപ്പോയി. അതിപ്പോ അത് എന്തുവരെയൊക്കെയാണ് കൊടുത്തത്? അല്ല ഉസ്തു എന്താണ് അടുത്ത പ്ലാൻ എന്ന് ഒരു പിടുത്തമില്ല. അവിടുത്തെ ഇനി ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഹുസൈൻ കാക്കാനെ അങ്ങോട്ടൊന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന്. കാരണം നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ദീനും ഈനും ഊനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ദീൻ ഉയർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലു ഹുസൈനെ. പിന്നെ ഉസ്താദിനൊരു 2 മറുപടി കൊടുക്കാറുണ്ട്. ഉസ്താദ് പറഞ്ഞത് മുഹമ്മദ് നബിയാണ്, നിങ്ങളുടെ പ്രവാചകനാണ് ഇരുന്ന് മൂത്രം ഒഴിക്കാൻ പഠിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മലമൂത്ര വിസർജനമായിട്ട് കയറുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തേ പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത ഉസ്താദെ? പിന്നെ ഇരുന്ന് മൂത്രം ഒഴിക്കണം, ഇടത്തോട്ട് ചരിഞ്ഞ് മൂത്രം ഒഴിക്കാനൊക്കെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. കാരണം ഇരുന്നേ മൂത്രം ഒഴിക്കാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചയാള് നിന്നുകൊണ്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അതറിയാവോ? ഉസ്താദ് ഇതൊക്കെ തള്ളിവിടുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഈ നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ പ്രവാചകൻ ഇതിന് വിപരീതമായിട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഉദൈഫയിൽ നിന്ന് നബി ഒരു സമൂഹത്തിന്റെ കുപ്പയിടുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ നിന്ന് മൂത്രമൊഴിച്ചു. അദ്ദേഹത്തിന് വുദു ചെയ്യാനുള്ള വെള്ളവുമായി ഞാൻ ചെന്ന് കുറച്ച് പിന്തിന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ തിരുമേനിയുടെ തൊട്ടടുത്തെത്തിയപ്പോൾ അദ്ദേഹം വുദു ചെയ്യുകയും കുഫമേൽ തടവുകയും ചെയ്തു. ഞാൻ പറഞ്ഞതല്ല കേട്ടോ,
എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടെങ്കിലും നിങ്ങളുടെ പണ്ഡിതന്മാരെഴുതിയ തിർമുദിക്കകത്ത് അധ്യായം 1 ഹദീസ് നമ്പർ 13 പേജ് 1 എഴുതി വെച്ചിരിക്കുകയാണ്. കുപ്പയിടുന്ന സ്ഥലത്ത് ചെന്നപ്പോ നിന്ന് മൂത്രമൊഴിച്ചെന്ന്. എന്തേ ഇടത്തോട്ട് ചരിയാതങ്ങ് ഇരുന്നത് ഉസ്താദെ? അല്ലെങ്കിൽ ഹുസൈനൊക്കെ ആ കൂട്ടത്തിൽ പെട്ടവരായിരിക്കുമല്ലോ. എന്തേ ഹുസൈനെ ഇരുന്ന് മൂത്രമൊഴിക്കാൻ പഠിപ്പിച്ച ആള് നിന്ന് മൂത്രമൊഴിച്ചു. ഇനി അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്. ഈ മൂത്രമൊഴിക്കുന്ന വിഷയത്തില് കിബില ഉണ്ടല്ലോ, കിബിലയ്ക്ക് അഭിമുഖമായിട്ട് നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട് മുഹമ്മദ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു വിഷമമൊക്കെ മുസ്ലിങ്ങൾക്ക് കാണുമായിരിക്കും. ഇനി ചിലവർ ഇത് പറയുമ്പോഴത്തേനും അവർ വന്നിട്ട് പറയും ഇത് നബിയുടെ ആദ്യകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വായിക്കാൻ പോകുന്ന ഹദീസ് ആദ്യകാലമല്ല, അവസാന കാലമാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ജാബിർ ഇബ്നു അബ്ദുള്ളയിൽ നിന്ന് ഖിബിലയ്ക്ക് അഭിമുഖമായി മൂത്രമൊഴിക്കുന്നതിന് നബി നിരോധിച്ചിരുന്നു. എന്നാൽ തിരുമേനിയുടെ മരണത്തിന് 1 വർഷം മുമ്പ് അവിടുന്ന് ഖിബിലയ്ക്ക് അഭിമുഖമായി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അബൂ ഖതാദയിൽ നിന്ന് ഇതേ അർത്ഥത്തിൽ ഒരു റിപ്പോർട്ടുണ്ട്. എന്നാൽ ജാബിറിന്റെ ഹദീസാണ് ഏറ്റവും പ്രബലം. ജാബിറിൽ നിന്നുള്ളത് തന്നെയാണ് ഇത്. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? തിരുമേനി മരിക്കുന്നതിന് മുമ്പ് എന്നുവെച്ചാൽ കിബിലയ്ക്ക് അഭിമുഖമായിട്ട് മൂത്രമൊഴിക്കുന്ന പുള്ളി നിരോധിച്ചു. എന്നാൽ പുള്ളി മരണത്തിന് 1 വർഷം മുമ്പ് ഈ മുഹമ്മദ് കിബിലയ്ക്ക് അഭിമുഖമായി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നത്? മൂത്രമൊഴിക്കുന്നത്. അപ്പൊ ഇടത്തോട്ട് ചരിഞ്ഞിരിക്കുന്ന പരിപാടിയൊക്കെ അങ്ങ് പോയല്ലേ. ഏറ്റവും നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കിബില. ഇനി വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താ പറയാത്തതെന്ന് അറിയാം. അതിൽ ശകലം പ്രശ്നം, ശകലം നാണമാണെന്ന് തോന്നുന്നു. എന്താ അറിയത്തില്ല. എന്തെക്കാളും ഞാനതങ്ങ് വായിച്ചേക്കാം. അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് നബി മലമൂത്ര വിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ ശരണം തേടുന്നു. അല്ല, ഈ മലമൂത്ര വിസർജനത്തിന് കയറുന്ന സ്ഥലത്ത് ഈ ആൺപിശാചും പെൺപിശാചും അവിടെ എന്ത് പരിപാടി? അല്ല, ഈ ആണുങ്ങൾ കയറുമ്പോൾ പെൺപിശാചും പെണ്ണുങ്ങൾ കയറുമ്പോൾ ആൺപിശാചും ഇങ്ങനെ അവരെ എന്തെങ്കിലും വഴിതെറ്റിക്കുമോ? അല്ലെ, അവരെ അങ്ങനെ വഴിതെറ്റിക്കും. ഇവിടെ മുഹമ്മദിനെ ആൺപിശാചും പെൺപിശാചുക്കളിൽ നിന്ന് ഒരുപോലെ രക്ഷ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ ശരണം തേടുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തായിരിക്കും? ഞാൻ പറയുന്നില്ല. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ തന്നെ, മുസ്ലിങ്ങൾ തന്നെ എഴുതിയിട്ട് അതെന്തിനാണ്, ആ പ്രാർത്ഥന എന്തിനാണെന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തീയ സഹോദരന്മാർ എഴുതിയിട്ടില്ല, അവർക്കറിയാം. ഇനി വേറൊരു കാര്യം, ഈ പുറത്തു തരണതൊക്കെ പ്രാർത്ഥിച്ച ഒരാളാണ് ആര്? മുഹമ്മദ്. എവിടുന്ന്? ഈ കക്കൂസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആയിഷയിൽ നിന്ന് അവർ പറഞ്ഞു, നബി കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഗുഫ്രാനക, എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ല, ഈ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പുറത്തു തരണേന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ചെയ്തത്? പൊറുക്കപ്പെടാനുള്ള എന്തോ കാര്യം അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ആൺപിശാചും ഉണ്ട്, പെൺപിശാചും ഉണ്ടല്ലോ. അപ്പൊ പുറത്തു തരണേന്ന് പറയുന്നുണ്ടെങ്കിൽ പൊറുക്കാനുള്ളതായിട്ടുള്ള എന്തോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഫ്രാനക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പുറത്തു തരണേന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെങ്കിൽ അകത്തെന്ത് നടന്നു എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് യൂട്യൂബർ ഇരുന്നുണ്ട്, അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇനി പുള്ളിയുടെ അടുത്ത പരാതി കേൾക്കാം. ഹുസൈൻ്റെ അടുത്ത പരിപാടി: ക്രിസ്ത്യാനികളുടെ ചൂട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതിന് ചുമ്മാ തള്ളും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇസ്ലാമിലെ ആൾക്കാർ പോയതിനെന്ന് പറഞ്ഞ് ഇവിടെ ഒരു വേവലാതിയുമില്ല. വേണ്ട, അനക്കൊരു വേവലാതിയും വേണ്ട ഹുസൈനെ. പക്ഷെ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ പലരും ഇസ്ലാം ഉപേക്ഷിച്ചപ്പോൾ മുഹമ്മദിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ പോയി അവരെ കൊലപ്പെടുത്തുകയും യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തത് എന്താ ആവലാതി ഇല്ലാഞ്ഞിട്ടായിരുന്നു? ആവലാതി ഉണ്ട് പകയാ, ആവലാതി ഉണ്ട്. അനക്കറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല, ദേ ഉസ്താദ് തന്നെ പറയുകയാണ്, ദേ കേട്ടോ. 10,000-കണക്കിന് മുസ്ലിം യുവത കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയാൻ കാര്യം, ഏതാണ്ട് ഒരു 5ഓളം ചെറുപ്പക്കാര് 17 വയസ്സ് പ്രായക്കാരായ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ പരിധിയിലുള്ള ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ്.
അവൻ നബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസമ്പന്നമായ ഒരു കുടുംബമാണ്. എറണാകുളം മേഖലയിൽ ഞാൻ വ്യക്തമാക്കി പറയില്ല, അടുത്ത് വന്നാൽ പറഞ്ഞു തരാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നുണ പറയാനല്ലെന്ന് ബോധ്യപ്പെടാൻ. എൻ്റെ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് ഇവരുടെ കാരണവന്മാർ, എൻ്റെ പൊന്നുമോൻ ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് വലിയ ഇഷ്ടമാണ്, കരയുകയാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല 9 വയസ്സുകാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ ഞാൻ നബിയായി അംഗീകരിക്കില്ല. ഞാൻ ആ പയ്യന് മറുപടി പറയാൻ വേണ്ടി 2 മണിക്കൂർ രാത്രിയിൽ അവനുമായി സംസാരിച്ചിരുന്നു. ഞാൻ അവനോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറഞ്ഞു. അവൻ ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകം അവൻ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തരിക. അവൻ ചിന്തിക്കുന്ന വായിക്കുന്ന ശാസ്ത്രബോധമുള്ള പയ്യനാണ്. പക്ഷെ അവനെ പ്രവാചകൻ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന വിധത്തിൽ അവന്റെ മനോഭാവം മാറ്റിക്കളഞ്ഞത് ഇവരാണ്. മറ്റൊരു നാട്ടിൽ, ആ നാട് ഞാൻ പറയില്ല, ഇതേ പ്രായക്കാരനായ ഒരു 17കാരൻ വന്നിട്ട് എന്നോട് പറയുന്നത്, അവന്റെ കുടുംബത്തിലെ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വലിയ ഡോക്ടറാണ്, ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. പിന്നെ മറ്റൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, ആളെ വ്യക്തമാക്കൽ എൻ്റെ ലക്ഷ്യമല്ലാത്തതിന്റെ പേരിൽ. അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തർക്കമുള്ള ആൾക്ക് പറഞ്ഞു തരും. അവനും ഇതുപോലെ വന്നു. എന്നിട്ട് ഇത് തന്നെയാണ് അവൻ പറഞ്ഞു, 9 വയസ്സുള്ള 6 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് നബി അംഗീകരിക്കുക? അടിമകളെ അനുഭവിക്കാമെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ എങ്ങനെ നബി അംഗീകരിക്കും? അവനുമായും 2 ദിവസം ഞാൻ ഇരുന്നു. ഏതായാലും ആ കുട്ടികൾ മനസ്സ് മാറ്റി, നിനക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും മോൻ ചോദിക്കണം, ഇവിടെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടി അവന് ഞാനൊരു പുസ്തകം കൊടുത്തുവിട്ട് വായിച്ച് അവൻ തന്നെ തിരിച്ചുകൊണ്ടുവന്ന് വരികയും ചെയ്തു. ഇങ്ങനെ ഒരു 4-5ഓളം കുട്ടികൾ എൻ്റെ മുമ്പിൽ മാത്രം വന്നു. സമ്പന്നമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. സാധാരണ ചെറിയ വീടുകളിലൊന്നും നടക്കില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അല്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന നല്ല വീടുകളിലൊക്കെയുള്ള മക്കളുടെ അവസ്ഥ ഇതാണ്. 10,000-കണക്കിന് മുസ്ലിം മക്കളല്ലേ സോഷ്യൽ മീഡിയയിൽ ഈ പ്രവാചകനെ ഞങ്ങൾ അലിയാർ ഖാസിമി പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടാ. 10,000-കണക്കിന് മുസ്ലിം യുവകൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തുപോയെന്ന്. ഞാൻ പറഞ്ഞതല്ല, എന്റെ പണ്ഡിതൻ തന്നെ പറഞ്ഞതാണ്. ഒരു കുട്ടി പറഞ്ഞു, നബിയിൽ എന്റെ മുഹമ്മദിൽ വിശ്വസിക്കുന്നില്ല എന്ന്. 9 വയസ്സുകാരി കൊച്ചിനെ കെട്ടിയത്. 9 വയസ്സല്ല, 6 വയസ്സെന്നാണ് ബുഹാരിയിലും ചില ഹദീസുകളിൽ 5 വയസ്സും 8 മാസവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മുഹമ്മദിൽ വിശ്വസിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഒരു കുട്ടി, അതിസമ്പന്നയായ കുടുംബത്തിലെ കുട്ടികളൊക്കെയാ പറയുന്നത്. പിന്നെ അലിയാരിക്കയുടെ അടുത്ത് ചെന്ന് ചോദിക്കണം കേട്ടോ, ഹുസൈനെ ആ ചെറുക്കന്റെ പേര്. അടുത്ത് ചെന്നാലേ പുള്ളി പറഞ്ഞു തരത്തുള്ളൂ, അകന്ന് നിന്നാ പറഞ്ഞു തരത്തില്ല. അപ്പം മറക്കാതെ എന്നൊന്ന് ചോദിക്കണേ, കാരണം മണ്ണൊലിച്ചു പോകുന്ന ആരുടെ ആണെന്ന് അടുത്ത് എന്നിട്ട് അലിയാർ ഖാസിമിയോട് ചോദിച്ചു കഴിഞ്ഞാല് അലിയാർ ഖാസിമി പറഞ്ഞു തരും. ഇനി അടുത്ത പരാതി, പ്രവാചകന്റെ കാലം മുതൽ നിങ്ങളെപ്പോലുള്ളവർ നശിപ്പിക്കാൻ നോക്കിയിട്ടും ഇസ്ലാം വളർന്നു എന്ന്. പടവലങ്ങ പോലെ താഴിലോട്ട് വളർച്ച ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്. കാരണം ഈ നശിപ്പിക്കാൻ ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ആൾക്കാർ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിനെ. നിങ്ങളുടെ ആൾക്കാർ. കാരണം എന്താ, അമാനി മൗലവിയെ പോലുള്ളവരുടെ ഖുറാനും തഫ്സീറും അടക്കം തിരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ച എങ്ങോട്ടാ? നിങ്ങളുടെ വളർച്ച താഴിലേക്കാണ്. ദേ കേട്ടോ, മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം. ആ ഖുർആൻ വിവരണത്തിൽ ഉണ്ട് എന്ന പേരിലോ ഇല്ല എന്ന പേരിലോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പല രംഗത്ത് വരാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ ആ ഖുർആൻ പരിഭാഷയെ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മകൻ ഈ സലഫിയത്തിന്റെ ഭാഗമാണ്. ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ ഇപ്പോൾ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഷ പറഞ്ഞ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആര്? അമാനി മൗലവിയുടെ സ്വന്തം മകൻ. എന്തിന്റെ പേരിൽ? സലഫിയത്തിന്റെ പേരിൽ. ഈ 99 ഇറക്കം ചെയ്തിരിക്കുന്ന സലഫിയത്തിന്റെ പേരിൽ. അങ്ങനെയൊക്കെയുള്ള ഉമർ മൗലവി, അദ്ദേഹത്തിനുമുണ്ട് ഒരു ഖുർആൻ വിവരണ ഗ്രന്ഥം. അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യുന്നു? അതിപ്പോൾ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നു. അതും എന്തിന്റെ പേരിലാണ്? ഈ 99 കാരിക്കൂടിയിരിക്കുന്ന സലഫിയത്തിന്റെ പേരിൽ. അപ്പൊ എന്തായി ഹുസൈനെ? ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ താഴെ കമന്റ് ഇതേപോലൊക്കെ കൊണ്ടുവരുമ്പോൾ ആലോചിക്കണം, ഇതിനൊക്കെ ചിലപ്പോൾ മറുപടി വരുമെന്ന്. പിന്നെ നിന്നെ പോലുള്ളവർക്ക് നല്ല മറുപടി അവിടെ സഹോദരന്മാര് തരുന്നതുകൊണ്ട് എനിക്കതിന് വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. കാരണം അവർ നല്ല രീതിയിൽ
നിന്നെപ്പോലുള്ള ജിഹാദികൾക്ക് നല്ല രീതിയിൽ മറുപടി തരുന്നുണ്ട്. അപ്പൊ ഹുസൈന്റെ വിഷമമൊക്കെ തീർന്നോ ഹുസൈനെ? ഹുസൈനെ, അന്റെ വിഷമം തീർന്നോ? അവന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നോ? നീ എഴുതിയിട്ടതിനെല്ലാം അനക്ക് തന്നെ ഞാൻ എൻ്റെ ഉസ്താദന്മാരിലൂടെ ഞാൻ മറുപടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പടവലം പോലെ താഴേക്ക് പോകുന്ന ആ മതത്തിൽ പോയി കിടന്നുകൊണ്ട് ഈ മുൻകറിന്റെ നക്കറിന്റെ അടിമേടിച്ച് കബറ് ദണ്ഡനവും കബറ് ശിക്ഷയും ഇതെല്ലാം കിടന്ന് അടിമേടിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്കിപ്പോ ഈ 10 പേര് പോയെന്നും പറഞ്ഞു, യൂദാസ് ഒരാൾ പോയെന്നും പറഞ്ഞുകൊണ്ട് ഇത് പൂട്ടിക്കെട്ടി പോയതല്ല. പോയെന്നും പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ വിഷമിക്കാനും ഇല്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മതത്തിൽ നിന്ന് ഒരുത്തരം പോയി കഴിഞ്ഞാൽ അവനെ കൊല്ലാൻ നിയമമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ ഉസ്താക്കന്മാര് തന്നെ പറഞ്ഞതാണ്. ഇതേ കേട്ടു നോക്കിയോ. ഇങ്ങനെ ഒരാൾ മതത്തിൽ പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. കേട്ടാ, കൊല്ലാൻ നിയമമുണ്ടെന്നേ. മുസ്ലിമായ ഒരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ, മിനിമം ശിക്ഷ അൽ ഖത്ലു, വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താണെന്നറിയോ? അവനെ കൊല്ലുക അത് മതവിധിയാണ്. ഇവിടെ ആരും ആ പരിപാടിക്ക് നിൽക്കത്തില്ല. അതുകൊണ്ട് പറയുകയാണ്, പൊന്നു ഹുസൈനെ പോലുള്ള മുസ്ലിങ്ങളോട് പറയാണ്, ഇന്ന് മരിച്ചാൽ അവസാനത്തെ ആളിന്റെ കാലിലെ പെരുമാറ്റം മാറി കഴിയുമ്പോൾ കണ്ണും കാണത്തില്ല, ചെവി, രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കബറിൻ്റെ അകത്ത് എഴുന്നേപ്പിച്ചിട്ട് ഹുസൈനെയും തല്ലും, സഹാബികളെയും തല്ലും, മുഹമ്മദിട്ടും കിട്ടും, എല്ലാവർക്കിട്ടും അടി കിട്ടും. കബറിൻ്റെ അകത്തിട്ട് അടിച്ച് നാശമാക്കും നിങ്ങളെ. അതിനേക്കാളും ഏറ്റവും നല്ലത് ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ചേരാൻ പറ്റും. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ക്രിസ്തുവിനെ പിൻപറ്റി മുമ്പോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അടിയില്ല, ഇടിയില്ല, ഒരു പരിപാടിയില്ല. ഈ പറയുന്ന ആളിൽ, ഈ പറയുന്ന മുഹമ്മദും എല്ലാവരും വന്ന് നിൽക്കേണ്ടി വരും. ആ സമയത്ത് തല കുമ്പിട്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ദൈവമകനായി മകളായി ജീവിക്കാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കും.